അസൈലം ലേണിംഗ് നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആണ്. സോ എല്ലാവരുടെയും കിളി പോയോ? പഠിച്ച് കിളി പോയി തുടങ്ങോ? ഇല്ലെങ്കിൽ കിളി പോകാൻ സമയമായില്ലേ? നമ്മുടെ ക്രിസ്മസ് പരീക്ഷ 15-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോ എല്ലാവരും ഇനി ഉള്ള വളരെ കുറഞ്ഞ സമയം അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇന്ന് എനിക്കറിയാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചാലും ആള് കുറച്ച് വില്ലനാണ് അല്ലെ. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രിയുടെ നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പല ചാപ്റ്ററിലെ കോർ ടോപ്പിക് ആണ്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ, ഇപ്പോ എന്നോടൊപ്പം ഇവിടെ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 15 മാർക്കോളം സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ട്രസ്റ്റ് മീ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സോ ആർ യു റെഡി? അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻസ്. അപ്പൊ ലൈനുകൾ, കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ എന്നിവയെ തമ്മിൽ വേർതിരിക്കാനാണ്. അപ്പോ നിങ്ങൾ ഇതിന് പലതരത്തിലാണ്, പല സ്ഥലത്തായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ പോയിന്റുകൾ കിടക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിടിലനായിട്ട് ഒരു ടേബിൾ ആക്കി മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ 3 ആൾക്കാരെ പറ്റിയിട്ടുള്ളത് പഠിക്കാം. അപ്പൊ എന്താണ് വ്യത്യാസം? ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ അല്ല. പാർട്ടിക്കിൾസ് നമ്മൾ അനക്കാണ്ട് വെച്ചാൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. പാർട്ടിക്കിൾസിനെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കാം. യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ കണികകളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. കണികകളെ അരിച്ചു മാറ്റാൻ സാധിക്കില്ല. പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല. കണികകൾ അനക്കാതെ വെച്ചാൽ കണികകൾ അടിയുന്നില്ല. ഇനി സസ്പെൻഷൻ എന്താ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പറ്റും. ട്രൂ സൊല്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് പാർട്ടിക്കിൾസിനെ നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ്. പിന്നെ അതേപോലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. പിന്നെയോ പാർട്ടിക്കിൾസിനെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കണികകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകും. കുറച്ചു നേരം അനക്കാതെ വെച്ചാൽ പാർട്ടിക്കിൾസ് താഴെ അടിയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഫിൽട്രേഷൻ വഴി കണികകളെ വേർതിരിക്കാം. എന്നാൽ മക്കളെ, ഇതിന് രണ്ടിനും ഇടയിലുള്ള ആൾക്കാരാണ് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. കൊളോയിഡുകൾ എടുത്താൽ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. പാർട്ടിക്കിൾസിനെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കണികകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. കണികകൾ അടിഞ്ഞു കൂടുന്നില്ല. കണികകളെ ഫിൽട്രേഷൻ വഴി വേർതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ അവിടെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ്. പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാണ്. അതായത് ഇത് ടിൻഡൽ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഒരു മിക്സറിലൂടെ കടന്നു പോകുമ്പോൾ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആകുന്നതിനെ, പ്രകാശത്തിന്റെ സഞ്ചാരപാത കാണുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ടിൻഡൽ എഫക്റ്റ്, ടിൻഡൽ പ്രഭാവം എന്ന് പറയും അല്ലെ. സോ കൊളോയിഡുകളും സസ്പെൻഷനുകളും ടിൻഡൽ എഫക്റ്റ് കാണിക്കാറുണ്ട്, എന്നാൽ ട്രൂ സൊല്യൂഷൻ കാണിക്കാറില്ല. അപ്പോ ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരാളാണ് കൊളോയിഡ്. അപ്പൊ ട്രൂ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ എന്താ? പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം, ഇതൊക്കെ ട്രൂ സൊല്യൂഷൻ ആണ്. കൊളോയിഡിന് എക്സാമ്പിൾ എന്താ? പാലും വെള്ളം അല്ലെ. പിന്നെ സസ്പെൻഷൻ എക്സാമ്പിൾ എന്താ? ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ, ചെളിവെള്ളം, മഡി വാട്ടർ, ഇതൊക്കെ സസ്പെൻഷൻ എക്സാമ്പിൾ ആണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും 2, 3, 4 ഇതിൽ ഏതെങ്കിലും ഒരു മാർക്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കും. ഓർത്തു വെച്ചോളൂ. അപ്പൊ ഈ ടേബിൾ പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഡിഫൈൻ സോലിബിലിറ്റി ആൻഡ് മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റി. ലേത്വം എന്നാൽ എന്താണ്? ലേത്വത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സോലിബിലിറ്റി? അപ്പൊ നമ്മൾ ആദ്യം ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താ, പൂരിത ലായനി എന്താ എന്ന് മനസ്സിലാക്കണം അല്ലെ. ഒരു സോൾവെന്റിൽ മാക്സിമം ഒരു 100 ഗ്രാം സോൾവെന്റ് എടുത്തു. ഒരു 100 ഗ്രാം ലായകത്തിൽ മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ആയി, പരമാവധി ലീന് ലയിച്ചു ചേർന്നു. നമ്മൾ ഇനി നോർമൽ ടെമ്പറേച്ചറിൽ എത്രയൊക്കെ ശ്രമിച്ചാലും ഇനി അതിൽ സൊല്യൂട്ട് ഡിസോൾവ് ആയില്ല. സാധാരണ താപനിലയിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല എങ്കിൽ ഇനി ഒരിക്കലും നമുക്ക് ലീനത്തെ ലയിച്ചു ചേർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളെ നമ്മൾ വിളിക്കുന്നതാണ് ഒരു സാറ്റുറേറ്റഡ് സൊല്യൂഷൻ, ഒരു പൂരിത ലായനി. നമ്മൾ കുറെ നേരം ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഇളക്കിയാലും ഉപ്പ് അതിൽ ഡിസോൾവ് ആകില്ല അല്ലെ. അപ്പൊ അതൊരു സാറ്റുറേറ്റഡ് സൊല്യൂഷൻ ആയി, ഒരു പൂരിത ലായനി എന്ന് പറയാം. ഒരു സാറ്റുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എത്ര എമൗണ്ട് സൊല്യൂട്ട് വേണം?
ഒരു പൂരിത ലായനി നിർമ്മിക്കാൻ നമുക്ക് എത്ര അളവിൽ ലീനം വേണം, അതിനെയാണ് സോലിബിലിറ്റി അഥവാ ലേയത്വം എന്ന് പറയുന്നത്. 100 ഗ്രാം സോൾവെന്റ് നിങ്ങളുടെ കയ്യിൽ തന്നാൽ ആ 100 ഗ്രാം സോൾവെന്റ് കൊണ്ട് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എത്ര സൊല്യൂട്ട് വേണം, അതാണ് സോലിബിലിറ്റി. 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ എത്ര ലീനം വേണം, അതിനെ നമുക്ക് ലേയത്വം എന്ന് പറയാം. അപ്പൊ സോലിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ 4 എഴുതിയാലോ? 4 എഴുതി കഴിഞ്ഞാൽ എളുപ്പമല്ലേ? അപ്പൊ നമുക്ക് 4 പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എല്ലാം ഓർത്തിരുന്നൂടെ? അപ്പൊ ഒന്നാമത്തേതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട്, ലീനത്തിന്റെ സ്വഭാവം. നോട്ട് ചെയ്യണേ. പിന്നെ രണ്ടാമതാണ് നേച്ചർ ഓഫ് സോൾവെന്റ്, ലായകത്തിന്റെ സ്വഭാവം. ഇപ്പോ ഉപ്പ് ലയിക്കുന്നത് പോലെ പഞ്ചസാര ലയിക്കണം എന്നില്ല, അതുപോലെയല്ല കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ആകുന്നത്. അപ്പൊ സൊല്യൂട്ട് ലീനം മാറുന്നതനുസരിച്ച് സോലിബിലിറ്റി മാറും. പിന്നെ സോൾവെന്റ്, ഉപ്പെന്ന് പറയുന്ന ആള് വെള്ളത്തിൽ ഡിസോൾവ് ആകും, എന്നാൽ മണ്ണെണ്ണയിൽ ഡിസോൾവ് ആകാറില്ല. അപ്പൊ സോൾവെന്റ് മാറുമ്പോ, ലായകം മാറുമ്പോ സോലിബിലിറ്റി മാറും. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ജനറലി എല്ലാ സൊല്യൂട്ടിന്റെയും സോലിബിലിറ്റി കൂടാറുണ്ട് കേട്ടോ. താപനില കൂടുമ്പോൾ സാധാരണയായി എല്ലാ ലീനത്തിന്റെയും ലേത്വം കൂടാറുണ്ട്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇതിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നത്, നിങ്ങൾ ഓർത്തു വെക്കേണ്ട. അപ്പൊ ടെമ്പറേച്ചർ. നാലാമത്തേതാണ് പ്രഷർ അഥവാ മർദ്ദം. അപ്പൊ നമ്മള് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാറുണ്ട് അല്ലെ, കൊക്കക്കോള, പെപ്സി, മിറിൻഡ, സ്പ്രൈറ്റ് ഒക്കെ. അതിൽ എന്താ ചെയ്യാ, നമ്മൾ ഹൈ പ്രഷറിൽ ഉയർന്ന മർദ്ദത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് ചേർക്കുക. നോർമലി കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ച് ചേരത്തേയില്ല, എന്നാൽ ഹൈ പ്രഷർ കൊടുത്താൽ, ഉയർന്ന മർദ്ദം കൊടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആകും. അപ്പോ 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് മക്കളെ, നമുക്കൊന്ന് ഓർത്തു വെക്കാം. 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ലീനത്തിന്റെ സ്വഭാവം, ലായകത്തിന്റെ സ്വഭാവം, താപനില, മർദ്ദം. സെറ്റ് അല്ലേ? അത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ. ഒരു രാസസമവാക്യം നൽകിയിട്ടുണ്ട്. മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷവും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് എന്താ ചെയ്യാം? സോ മക്കളെ, ഒരു ആറ്റം ഒറ്റയ്ക്കിരിക്കുന്നു, അതിനെയാണ് നമ്മൾ എലമെന്ററി സ്റ്റേറ്റ് അല്ലെങ്കിൽ മൂലകാവസ്ഥ എന്ന് പറയുന്നത്. എലമെന്ററി സ്റ്റേറ്റ് അല്ലെങ്കിൽ മൂലകാവസ്ഥയിൽ എപ്പോഴും ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ കാൽഷ്യം ആണ്, കാൽഷ്യം എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ 0 ആണ്. ഇനി അടുത്തത് ഹൈഡ്രജനും ക്ലോറിനും ആണ്. ഇതെങ്ങനെ ഓർത്തിരിക്കുക മക്കളെ? ഹൈഡ്രജൻ ജനറലി എല്ലാ കോമ്പൗണ്ടുകളിലും +1 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ആളാണ്. ഓക്കെ ആണോ? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാലജൻ ആണ് അല്ലെ. വേറെ ഏതൊക്കെ ഹാലജൻസിനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും? നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ഹാലജൻസിനെ അറിയാം? നമുക്കറിയാം ഗ്രൂപ്പ് 17 ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അല്ലെ. ഇവരെല്ലാവരും ജനറലി കാണിക്കുന്നത് -1 ആണ്. വേറെയും കാണിക്കാറുണ്ട്, നിങ്ങൾ -1 മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മുടെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ഉണ്ടല്ലോ, അതാരാണ്? നമ്മുടെ ആൽക്കലി മെറ്റൽസ് അല്ലെ, ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, ഇതുപോലെയുള്ള ആൾക്കാര് ഗ്രൂപ്പ് 1 ആണെങ്കിൽ എപ്പോഴും +1 ആയിരിക്കും. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെ, അതായത് നമ്മുടെ മഗ്നീഷ്യം, കാൽഷ്യം പോലെയുള്ള ആൾക്കാരാണ്. ഇവരെപ്പോഴും കാണിക്കുന്നത് +2 ഓക്സീകരണ അവസ്ഥയാണ്. ഇനി ഓക്സിജൻ, ജനറലി എല്ലാ കോമ്പൗണ്ടുകളിലും നമ്മുടെ ഓക്സിജൻ കാണിക്കുന്നത് -2 ഓക്സീകരണ അവസ്ഥയാണ്. ഇത്രയും ആൾക്കാർ ഓർത്തിരുന്നാൽ തന്നെ ബാക്കിയുള്ളവർ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? അപ്പൊ നോക്കിക്കേ, കാൽഷ്യം 0. ഇനി HCl അല്ലെ, HCl ഹൈഡ്രജൻ ആണ്. അപ്പൊ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തം തന്നാൽ അതിലെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട്. ഇവരുടെ 2 പേരുടെയും കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ +1 ആണെങ്കിൽ ക്ലോറിൻ എത്രയായിരിക്കും? -1 ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. ഇനി കാൽഷ്യം ക്ലോറൈഡ്, നിങ്ങൾ പറ ഇവിടെ എത്രയാ വരിക? കാൽഷ്യം എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണ്, ഒരു ഗ്രൂപ്പ് 2 എലമെന്റ് ആണ്. സോ +2 ആയിരിക്കും. ക്ലോറിൻ എപ്പോഴും എത്രയാന്ന് മിസ് പറഞ്ഞത്? -1 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇനി ഹൈഡ്രജൻ എത്രയാ? ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക അല്ലെ. എന്റെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ഒറ്റയ്ക്ക് നിൽക്കുക അല്ലെ. അപ്പൊ എലമെന്ററി സ്റ്റേറ്റിലാണ്, മൂലകാവസ്ഥയിലാണ്. മൂലകാവസ്ഥയിലാണെങ്കിൽ എത്രയാണ് ഓക്സീകരണാവസ്ഥ വരുന്നത്? 0. എത്രയാ? 0. റെഡി, സെറ്റ് അല്ലേ?
യെസ്. അപ്പോ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ, ഓക്സീകരിക്കപ്പെടുന്ന ആറ്റം ഏതാണ്? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ വെച്ച് ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് വിളിക്കാം. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്കതിനെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് വിളിക്കാം. ഇവിടെ കാൽഷ്യത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് എന്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ. റിയാക്ഷന് മുമ്പും റിയാക്ഷന് ശേഷവും നോക്കണം കേട്ടോ. റിയാക്ഷന് മുമ്പ് 0 ആയിരുന്നു കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെ. പിന്നീട് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് +2 ആയി. അപ്പൊ കൂടുവാണോ കുറയാണോ ചെയ്തത്? 0ത്തെക്കാളും വലുതാണ് +2. അപ്പൊ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കൂടി. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ, കൂടിയാൽ അതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഓക്സിഡേഷൻ നടത്ത ആറ്റം എന്ന് പറയുന്നത് കാൽഷ്യം ആണ് അല്ലെ. ഓക്സീകരണം സംഭവിച്ചത് കാൽഷ്യത്തിനാണ്. ഇനി നമുക്ക് റിഡക്ഷൻ നോക്കാം. ക്ലോറിൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? റിയാക്ഷന് മുമ്പും ശേഷവും -1 തന്നെയാണ്. ക്ലോറിൻ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ നമുക്കിനി ഹൈഡ്രജനെ നോക്കാം. ഹൈഡ്രജനെ നോക്കിക്കേ. റിയാക്ഷന് മുമ്പ് +1 ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എത്രയായി മക്കളെ? 0 ആയിട്ട് മാറി അല്ലെ. ആദ്യം 1 ആയിരുന്നു, പിന്നീട് 0. 1നെക്കാട്ടിലും ചെറുതല്ലേ 0. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കുറഞ്ഞു. കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്ക് അതിനെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് വിളിക്കാം. സോ ഹൈഡ്രജന് ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ റിഡക്ഷൻ സംഭവിച്ചത് ഹൈഡ്രജന്. ഇനി ഓക്സിഡൈസിങ് ഏജന്റിനെയും റെഡ്യൂസിങ് ഏജന്റിനെയും കണ്ടെത്തണം. എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഏത് ആറ്റത്തിനാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഓക്കെ, ഓക്സീകരണം സംഭവിക്കുന്ന ആറ്റത്തെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ്, മിസ്സിന് തെറ്റിപ്പോയതല്ല. ഓക്സീകരണം സംഭവിച്ച ആറ്റത്തെ നിരോക്സികാരി, ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. അതേപോലെ റിഡക്ഷൻ സംഭവിച്ച ആറ്റത്തെ, നിരോക്സീകരണം സംഭവിച്ച ആറ്റത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. ഞാൻ ചുരുക്കി എഴുതിയതാണ് കേട്ടോ. OARA, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ്. പഠിച്ചോ? ഓക്സികാരി, നിരോക്സികാരി. പിന്നെ ഓക്സീകരണം സംഭവിച്ച ആറ്റത്തെ നിരോക്സികാരി, നിരോക്സീകരണം സംഭവിച്ച ആറ്റത്തെ ഓക്സികാരി എന്ന് വിളിക്കും. അപ്പൊ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഓക്സിഡേഷൻ സംഭവിച്ച കാൽഷ്യം ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി. ഇവിടുത്തെ ഓക്സികാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാ? ഹൈഡ്രജന്. അപ്പൊ റിഡക്ഷൻ സംഭവിച്ച ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. ക്ലിയർ ആയോ? ഇതൊരിക്കലും മറക്കരുത്. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ നടന്ന ആറ്റത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. ഓക്സീകരണം നടന്ന ആറ്റത്തെ നമുക്ക് നിരോക്സികാരി എന്ന് വിളിക്കാം. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം, റിഡക്ഷൻ നടന്ന ആറ്റത്തെ ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി എന്ന് വിളിക്കും. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. 4 മാർക്കിന്റെ ചോദ്യമാണ്. ട്രസ്റ്റ് മീ, ഇതെന്തായാലും ചോദിച്ചിരിക്കും. റെഡി അല്ലേ? യെസ്. അപ്പോ അടുത്തതായിട്ട് നമുക്ക് നോക്കാം. 56 gram ഓഫ് നൈട്രജൻ കമ്പൈൻസ് വിത്ത് 12 gram ഓഫ് ഹൈഡ്രജൻ. ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് അമോണിയ ഫോം. മക്കളെ നോക്കിക്കേ, അതായത് 56 gram നൈട്രജൻ 12 gram ഹൈഡ്രജനുമായി പൂർണ്ണമായി സംയോജിക്കുന്നെങ്കിൽ അമോണിയ എത്രയുണ്ടാവും? അപ്പൊ ഇവിടെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. അപ്പൊ നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷന് മുമ്പും ശേഷവുമുള്ള മാസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻസിലെ റിയാക്ടൻസിന്റെ ആകെ മാസും പ്രോഡക്റ്റിന്റെ ആകെ മാസും ഈക്വൽ ആയിരിക്കും. അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും എപ്പോഴും തുല്യമായിരിക്കും. ഏത് ലോ ആണിത് പറഞ്ഞു തരുന്നത്? വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്? ഏത് ലോയെ നമുക്കിത് പറഞ്ഞു തരുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാസ് സംരക്ഷണ നിയമം. ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിക്കൽ റിയാക്ഷന് മുമ്പ് എത്ര റിയാക്ടന്റ് അഥവാ അഭികാരകമുണ്ടോ റിയാക്ഷൻ കഴിയുമ്പോഴും അത്ര തന്നെ പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നം ഉണ്ടാവും. സോ ഇവിടുത്തെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഇവിടുത്തെ റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനുമാണ് അല്ലെ. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനുമാണ് റിയാക്ടൻസ്. അപ്പൊ നൈട്രജൻ എത്രയുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്? 56 gram നൈട്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എത്ര ഗ്രാം ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്? 12 gram ഹൈഡ്രജൻ ഉണ്ട്. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 56 gram നൈട്രജനും 12 gram ഹൈഡ്രജനും 68
ഗ്രാം എന്ന് കിട്ടും അല്ലെ. അപ്പോ 56 ഗ്രാം നൈട്രജനും 12 ഗ്രാം ഹൈഡ്രജനും കൂടെ കിട്ടിയാൽ 68 ഗ്രാം റിയാക്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. 68 ഗ്രാം അഭികാരകം ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്ര തന്നെ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാകും, അത്ര തന്നെ ഉൽപ്പന്നം ഇവിടെ ഉണ്ടാവും. സോ ഇവിടെ ഉണ്ടാവുന്ന അമോണിയയുടെ അളവ് എന്ന് പറയുന്നത് 68 ഗ്രാം ആണ്. എന്തുകൊണ്ടാ? റിയാക്ടന്റിന്റെ മാസം പ്രോഡക്റ്റിന്റെ മാസം തുല്യമായിരിക്കും. റിയാക്ടന്റ് എത്രയുണ്ടോ അത്ര തന്നെ പ്രോഡക്റ്റ് കിട്ടും. എത്ര അഭികാരകമുണ്ടോ അത്ര തന്നെ ഉൽപ്പന്നം നമുക്ക് കിട്ടണം. സിമ്പിൾ. യെസ്. അപ്പൊ ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് PQR. മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് ഏതാണ്? കൂടുതൽ സ്ഥിരതയുള്ളത് ആരാണെന്നാണ്. മക്കളെ, ഒരാൾക്ക് സ്റ്റേബിൾ ആകണമെങ്കിൽ, ഒരാൾക്ക് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ അയാളുടെ വാലൻസ് ഷെല്ലിൽ, അയാളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. ഇവിടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കാണ്? വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് ഇവിടെ 6-നാണ്. ശരിയല്ലേ? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോ 6 അഷ്ടകം പൂർത്തിയാക്കിയിരിക്കുന്നു. 6 എന്ന് പറയുന്ന ആള് ഒക്ടറ്റ് കോൺഫിഗറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 6 ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. ഇനി ക്യൂവിന്റെ അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെ. പ്രോട്ടോണുകളുടെ എണ്ണം. എന്നാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടും. അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ കണ്ടെത്താം. ഇവിടെ ക്യൂവിന്റെ കയ്യിൽ ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 8 + 1 എന്ന് പറഞ്ഞാൽ 11 ഇലക്ട്രോൺ ഉണ്ട്. 11 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ 11 പ്രോട്ടോൺ ഉണ്ടാവും. 11 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അറ്റോമിക് നമ്പർ. സോ Z അഥവാ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഇനി ഡ്രോ ദ ആറ്റം മോഡൽ ഓഫ് Q എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Q എന്ന മൂലകത്തിന്റെ ആറ്റം മാതൃക ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ ബോർ മോഡൽ വരയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കോമ്പസ് എടുക്കുക, ന്യൂക്ലിയസ് വരയ്ക്കുക അല്ലെ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും നമ്മൾ എഴുതണം. ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് 11 അറ്റോമിക് നമ്പർ ഉള്ള ആള് സോഡിയം ആണ്. അയാളുടെ കയ്യിലുള്ളത് 12 ന്യൂട്രോൺ ആണ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും P എന്ന് എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഷെല്ലുകളെ വരയ്ക്കാം. ഇവിടെ 3 ഷെല്ലുകളാണ് ഉള്ളത് അല്ലെ. 2, 8, 1 അല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് 3 ഷെല്ലുകളെ വരയ്ക്കാം. താഴെയായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ഷെല്ലിൽ നോക്കിക്കേ. ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വരയ്ക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാൻ ഓർത്ത് വെക്കുക. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ആറ്റം മാതൃക സെറ്റായി കഴിഞ്ഞു. ഇനി P, Q എന്നീ മൂലകങ്ങളുടെ സംയോജകതകൾ എത്രയാണ്? മക്കളെ, വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് എലമെന്റ്സ് P and Q? അപ്പോ 2, 8, 6, 2, 8, 1 അല്ലെ. P എന്ന് പറഞ്ഞാൽ 2, 8 ഇതെന്താ അത്? ഓക്കെ. P എന്ന് പറഞ്ഞാൽ 2, 8, 6. Q എന്ന് പറഞ്ഞാൽ 2, 8, 1. ഏറ്റവും സിമ്പിൾ ആയിട്ട് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒക്ടറ്റ് പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ മേടിക്കും? ഇതാണ് വാലൻസി അഥവാ സംയോജകത. P എടുത്തേ. Pയുടെ വാലൻസ് ഷെല്ലില് ഓൾറെഡി 6 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടറ്റ് പൂർത്തിയാക്കാൻ അവനിനി എത്ര ഇലക്ട്രോൺ വേണം? എന്താ ചെയ്യാ? അഷ്ടകം പൂർത്തിയാക്കണം. 8 കൊണ്ടുവരണം അല്ലെ. ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയാലാണ് സ്റ്റേബിൾ ആവുക, ഒക്ടറ്റ് പൂർത്തിയാവുക. ഇപ്പൊ 6 ഉള്ളൂ. സോ 8 ആക്കാൻ ഇവൻ എന്താ ചെയ്യാ? ഇവൻ ഏറ്റവും സിമ്പിൾ ഉള്ള മാർഗം എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ മേടിക്കുക. സോ നമ്മുടെ P ഇവിടെ 2 ഇലക്ട്രോണിനെ മേടിച്ച് P2- ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ 2 ഇലക്ട്രോണിനെ വാങ്ങി. എന്താ പറഞ്ഞേ? എത്ര ഇലക്ട്രോണിനെ വാങ്ങി അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അതാണ് വാലൻസി അഥവാ സംയോജകത. ശരിയല്ലേ? അപ്പൊ P ഇവിടെ 2 ഇലക്ട്രോണിനെ വാങ്ങി. സോ Pയുടെ വാലൻസി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി Q എടുത്തേ. Qവിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണുള്ളത് അല്ലെ. അപ്പോ 7 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പൊ 7 ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെക്കാട്ടിൽ എളുപ്പം എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ഈ 1 ഇലക്ട്രോൺ പോയാൽ ഓട്ടോമാറ്റിക്കലി അവന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺ ആകും. ശരിയല്ലേ? അപ്പോ ഇവന് 7 ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെക്കാട്ടിൽ എളുപ്പം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ്. സോ ഒക്ടറ്റ് പൂർത്തിയാക്കാൻ നമ്മുടെ Q എന്താ ചെയ്യാ? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെ. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ മക്കളെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. ക്യൂവിന് ഒരു പോസിറ്റീവ് ചാർജ് വരും.
ഓക്കെ ആണോ? അപ്പോ ഇലക്ട്രോണുകളെ എത്ര വിട്ടുകൊടുത്തു അല്ലെങ്കിൽ വാങ്ങി, അതാണ് വാലൻസി. സോ ക്യൂ ഇവിടെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, അപ്പൊ ക്യൂവിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. റെഡി അല്ലേ? ഇനി അടുത്തത് എന്താ? പിയും ക്യൂവും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതുക അല്ലെ. അതായത് പിയും ക്യൂവും ചേർന്നുണ്ടാവുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും പിയും ക്യൂവും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അറിയണം എത്ര പേർക്ക് ഓർമ്മയുണ്ടത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ അതേപോലെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഫിസിക്സും കെമിസ്ട്രിയും ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് കെമിസ്ട്രി ഇപ്പോഴേ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ റെഡിയാണ്. ഇത്തവണ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ അവര് കൂടെ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് സെറ്റ് ആവാൻ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ താഴെ യെസ് മിസ് റെഡി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഉത്തരം കൂടെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ സെറ്റ് ആക്കുന്നതായിരിക്കും. ഐ പ്രോമിസ് യു. ഉഷാറായിട്ട് പഠിക്കുക. ലവ് യു ഓൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.